വരും, ഒരു സംഗതി കാണണം. എന്റെ കൂടെ വാ. എന്താടോ? വീട്ടിനകത്ത് ഒരു അലമാര നിറ അമ്മ കുഞ്ഞുനാള് മുതൽ എനിക്ക് വാങ്ങി കാത്തു വെച്ച ആഭരണങ്ങളൊക്കെയാ. കുറച്ചുമ്പോ അമ്മ എനിക്കതൊക്കെ കാണിച്ചു തന്നു. വാ. എന്തോരാണെന്ന് അറിയോ? ഒന്ന് വന്ന് നോക്ക്. വരും, വാ. നമുക്കത് പിന്നീട് നോക്കാം. പെട്ടെന്ന് അമ്മയോട് പറഞ്ഞിട്ട് വാ, നമുക്ക് പെട്ടെന്ന് വീട്ടിലെത്തണം. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊക്കെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് പറയാം. ഇവിടെ ഒന്നും പറഞ്ഞാൽ ശരിയാവില്ല. ആരാ മോളെ? വരുൺ, ഇതെന്താ വരുൺ വന്നിട്ട് പുറത്ത് നിൽക്കുന്നേ? കേറുന്നില്ലേ? മാഡം, ഞാനേ ഇയാളെ കൊണ്ടുപോകാൻ വന്നതാ. അത്യാവശ്യമായിട്ട് വീട്ടിലെത്തേണ്ട ഒരു കാര്യമുണ്ട്. എന്താ വരുൺ? വരുണിന്റെ മുഖം കണ്ടിട്ട് എന്തോ ടെൻഷൻ ഉള്ളത് പോലെ തോന്നുന്നുണ്ടല്ലോ. ഏയ്, അങ്ങനൊന്നുമില്ല. അല്ല, അവിടെ വീട്ടിൽ കുറച്ച് ആളുകൾ വരും. അപ്പോ ഇയാളില്ലെങ്കിൽ ശരിയാവില്ല. രാധിക, നമുക്കിറങ്ങാം. അമ്മ, ഞാനൊന്ന് പോയിട്ട് വരട്ടെ. മോളെ, അമ്മയ്ക്ക് നല്ല ടെൻഷനുണ്ട്. അങ്ങനെയൊന്നും പേടിക്കണ്ട. എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ അമ്മയെ വിളിച്ചോളാം. ഞാൻ ചെല്ലട്ടെ. വരാം. എഴുതി, വരുൺ എപ്പോഴും പെരുമാറുന്ന പോലെയല്ല ഇത്. കണിമംഗലത്ത് ആരൊക്കെ വന്നിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? അതെന്താണാവോ, ഒരു പിടിയും കിട്ടുന്നില്ല. നമ്മളിപ്പോ ഊഹക്കണക്ക് നോക്കാൻ നിന്നിട്ട് കാര്യമില്ല. രാധിക അവിടെ എത്തുമ്പോ നമുക്ക് വിളിക്കാം. ഈശ്വര, എല്ലാം സമാധാനമായിട്ട് വരുമ്പോ ഇനി വീണ്ടും ഒന്ന് മിണ്ടാതിരിക്കും ശ്യാമേ. അങ്ങനെയൊന്നും ആവണമെന്നില്ലല്ലോ. നമുക്ക് നോക്കാം. എടോ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ നിൽക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. എനിക്കൊരു വീഴ്ച വന്നപ്പോ എനിക്ക് വേണ്ടപ്പെട്ടവരാരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. പകരം ആ സ്ഥാനത്ത് ബെഞ്ചമിനും ബെഞ്ചമിന്റെ സഹോദരിയായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും ബെഞ്ചമിൻ എനിക്ക് ചെയ്തു തന്ന സഹായങ്ങൾ ഞാൻ മറക്കില്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മൾ ഇനി ഒരു ഗ്രൂപ്പാ. താങ്ക് യു സർ. ബെഞ്ചമിന്റെ പ്ലാനുകളൊക്കെ ചില സമയത്ത് ഞാൻ സംശയത്തോടെ നോക്കി നിൽക്കാറുണ്ട്. പക്ഷേ കാര്യങ്ങൾ ഫലപ്രാപ്തിയിൽ എത്തിക്കാനുള്ള ബെഞ്ചമിന്റെ മിടുക്ക് പെട്ടെന്ന് തന്നെ എനിക്ക് ബോധ്യപ്പെട്ടു. ആത്മാർത്ഥമായി ഇടപെടുന്നതിന് ജീവൻ തന്നെ കൊടുക്കണമെന്ന എന്റെ തിയറി. എന്നും എന്റെ ഭാഗത്തുനിന്ന് അതുണ്ടാവും. ഇപ്പോ കാര്യങ്ങളുടെ ചരട് പൂർണ്ണമായും നമ്മുടെ കയ്യിലാ. കണിമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് തകർന്നു. ആ ആഘാതത്തിൽ നിന്ന് ഏട്ടനോ മക്കൾക്കോ ഇനി ഉയർത്തെഴുന്നേൽക്കാൻ പറ്റില്ല.